എന്നാലും എൻ്റെ വടക്കൻ പോയല്ലോ എന്ന KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ പരിഹാസം കണ്ട് അമ്പരക്കുകയേ തരമുള്ളൂ. വടക്കൻ ജനകീയ അടിത്തറയില്ലാത്ത നേതാവാണെന്നും വടക്കൻ പോയാൽ കോൺഗ്രസിനൊരു ചുക്കും സംഭവിക്കില്ലെന്നുമാണ് മുല്ലപ്പള്ളിയും മറ്റനേകം കോൺഗ്രസ് നേതാക്കളും പറഞ്ഞു വെച്ചത്. ശരിയാണ്, വടക്കൻ ആളെ കൂട്ടാൻ കെൽപ്പുള്ള നേതാവല്ല. പക്ഷെ വടക്കൻ്റെ പോക്ക് കോൺഗ്രസിന് നഷ്ടമുണ്ടാക്കും. കാരണം ഇംഗ്ലീഷ് ഇന്ത്യൻ ചാനലുകൾ കാണുന്ന ഉപരി മധ്യവർഗത്തിനിടയിൽ കോൺഗ്രസിൻ്റെ മുഖങ്ങളിലൊന്നാണ് ടോം വടക്കൻ. ടോം വടക്കൻ പോയെന്ന് കേട്ടാൽ ആരാണ് ടോം വടക്കൻ എന്ന് ആരും ചോദിക്കില്ല. മാത്രമല്ല, ഒരു കോൺഗ്രസ്സുകാരന് ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്ക് മറുകണ്ഠം ചാടി എത്താവുന്നത്ര മാത്രം ദൂരത്തിലാണ് സംഘപരിവാറിൻ്റെ ആശയ പരിസരമെന്ന് സ്ഥാപിക്കപ്പെടുന്നതും കോൺഗ്രസിന് ഗുണം ചെയ്യില്ല. കേരളത്തിലേക്ക് വന്നാൽ സംഘപരിവാർ വിരുദ്ധ വോട്ടുകളെ തങ്ങൾക്ക് അനുകൂലമാക്കാൻ ഇടതുമുന്നണി വടക്കൻ്റെ വേലിചാട്ടം തലങ്ങനെയും വിലങ്ങനെയും വീശും. കേരളത്തിൽ BJP കരുത്താർജിച്ചതിൻ്റെ ലക്ഷണമായി സംഘപരിവാറും വടക്കൻ്റെ വരവിനെ അവതരിപ്പിക്കും. ഒരു നിലപാടും ധാർമ്മികതയുമില്ലാത്ത പണിയാണ് ടോം വടക്കൻ കാണിച്ചത്. സ്ഥാനമോഹത്തിനപ്പുറം ഒന്നുമില്ല വടക്കൻ്റെ കൂടുമാറ്റത്തിൽ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ സംഭവിച്ചതിൽ കോൺഗ്രസിനുമുണ്ട് ഉത്തരവാദിത്വം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പോലും വടക്കൻ്റെ കൂറുമാറ്റത്തിന് ഉത്തരവാദിയാണ്. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ടോം വടക്കന് ഒരു രാത്രിയുടെ ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. തലേന്ന് പ്രിയങ്ക ഗാന്ധിയുടെ ട്വീറ്റ് റീട്വീറ്റ് ചെയ്തിട്ട് കിടന്നുറങ്ങിയ വടക്കൻ രാവിലെ എഴുന്നേറ്റ് നേരെ പോയത് BJP ഓഫീസിലേക്കാണ്. റഫാൽ ഇടപാടിനെക്കുറിച്ച് യൂത്ത് കോൺഗ്രസുകാരോട് ലൈവായി സംവദിക്കാമെന്ന് വടക്കൻ മുമ്പേ ഏറ്റ ദിവസമായിരുന്നു അത്. നിശ്ചയിച്ച സമയത്ത് തന്നെ വടക്കൻ ലൈവിലെത്തി. യൂത്ത് കോൺഗ്രസിൻ്റെ ഫേസ്ബുക്ക് പേജിലല്ല, ഇംഗ്ലീഷ് ഹിന്ദി ചാനലുകളുടെ സ്ക്രീനിൽ. BJP ഓഫീസിൽ നിന്ന് തത്സമയം. റഫാൽ ഇടപാടിനെക്കുറിച്ച് പഠിക്കാൻ കാത്തിരുന്ന യൂത്ത് കോൺഗ്രസുകാർ പുൽവാമയിലെ കോൺഗ്രസ് നിലപാടിനെക്കുറിച്ചോർത്ത് കുണ്ഠിതപ്പെടുന്ന വടക്കനെ കണ്ട് ഞെട്ടി. I left the Congress party is with a heavy heart because the attack by the Pakistani terrorist on our land and the reaction from my party was sad indeed. It hurt me deeply when you question the integrity of the armed forces. ബാലാക്കോട്ടിൽ ആക്രമണം നടത്തിയെന്ന് BJP അവകാശപ്പെടുന്നത് പച്ചക്കള്ളമാണെന്ന് പല ആവർത്തി TV ചാനലുകളിലും ട്വിറ്ററിലും ഫേസ്ബുക്കിലും വിളിച്ചു പറഞ്ഞ വടക്കൻ്റെ കുട്ടിക്കരണം മറിച്ചിൽ കണ്ടാൽ ഞെട്ടാതിരിക്കണമെങ്കിൽ ചില്ലറ മനോബലം പോരാ. പുൽവാമയ്ക്ക് ശേഷം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സാഹചര്യങ്ങൾ BJPക്ക് അനുകൂലമായെന്ന യെദ്യൂരപ്പയുടെ വിടുവായത്തത്തെ വിമർശിച്ചുകൊണ്ടുള്ള വടക്കൻ്റെ പോസ്റ്റ് ഇപ്പോഴും ടൈം ലൈനിൽ കിടന്ന് ചിരിക്കുന്നുണ്ടാവണം. ഞാനൊരു സ്പോക്സ്മാനാണ്. ഞാൻ പറയുന്നതും മുഴുവൻ പാർട്ടിയുടെ ലൈനായിരുന്നു. അതിപ്പോൾ BJPയുടെ പൊസിഷൻ ആ സ്പോക്സ്മാൻ്റെ പണി ആയാൽ അത് ആ ലൈനാണ് സംസാരിക്കുക. അല്ലാതെ നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയനൊന്നും ആരും ചേർക്കാറില്ല. പുൽവാമയല്ല, തൃശൂരാണ് വടക്കനെ ഇരുട്ടി വെളുത്തപ്പോൾ അമിത്ഷായുടെ ഓഫീസിലെത്തിച്ചത്. ഒരു വ്യാഴവട്ടത്തിലേറെയായി തൃശൂർ മണ്ഡലത്തിലായിരുന്നു വടക്കൻ്റെ കണ്ണ്. ഒരു പതിറ്റാണ്ടിന് മുൻപ് ചുണ്ടിനും കപ്പിനുമിടയിൽ ആ മോഹം തട്ടിത്തെറിപ്പിച്ചത് ഇടുക്കിക്കാരനായ സേനാപതി വേണുവാണ്. AICC ഓഫീസിൽ ചായയടിക്കുന്നവരെ സ്ഥാനാർത്ഥിയാക്കി കെട്ടിയിറക്കരുത് എന്ന് സോണിയാഗാന്ധിയെ സാക്ഷിയാക്കി വേണു ആഞ്ഞടിച്ചപ്പോൾ വടക്കൻ്റെ കാര്യം അവതാളത്തിലായി. ആ വടക്കനാണ് ഇന്ന് BJP പാളയത്തിലെത്തിയത്. രാഹുൽ തൃശൂരിലേക്ക് പുറപ്പെട്ടപ്പോൾ തന്നെ തൃശൂർക്കാരനായ വടക്കനെ BJP ആസ്ഥാനത്തെത്തിച്ചത് അമിത്ഷായുടെ കാഞ്ഞ ബുദ്ധിയാണ്. BJP ആസ്ഥാനത്ത് കുറ്റിയടിച്ചു കിടന്ന പ്രൊപ്പഗാൻഡ ടീം ഒഴികെ കേരളത്തിൽ നിന്നുള്ള ഒരൊറ്റ മാധ്യമപ്രവർത്തകരും വടക്കൻ്റെ വടക്കുനോട്ടം അറിഞ്ഞില്ല. ജനകീയ അടിത്തറയുള്ള നേതാവൊന്നുമല്ല വടക്കൻ. പക്ഷെ തീർച്ചയായും കോൺഗ്രസിൻ്റെ മുഖങ്ങളിലൊന്നാണ്. ഈ ടോം വടക്കൻ എങ്ങനെയാണ് ഈ മനപരിവർത്തനം ഉണ്ടായി എനിക്കറിയില്ല. 2 ആഴ്ച മുമ്പ് വരെ എന്നെ ബന്ധപ്പെടാൻ വേണ്ടി എല്ലാ ശ്രമവും അദ്ദേഹം നടത്തിയിരുന്നു. എൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ആൾക്ക് ശല്യമായിരുന്നു അദ്ദേഹം. ഞാൻ അദ്ദേഹത്തിന് അപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ടില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞിരിക്കുന്നത് എനിക്ക് തൃശ്ശൂരിൽ സീറ്റ് വേണം, വാങ്ങിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പറഞ്ഞ മനുഷ്യനുണ്ടായിട്ടുള്ള മനപരിവർത്തനം ബൈബിളിൽ പോലും മാത്രം പരിവർത്തനം ഞാൻ വായിച്ചു കേട്ടിട്ടില്ല. കെട്ടിയിറക്കിയിട്ടോ തിരുകി കയറ്റിയിട്ടോ പിൻവാതിലിലൂടെ കടത്തിവിട്ടിട്ടോ എന്തുമാവട്ടെ, ദീർഘകാലം കോൺഗ്രസിൻ്റെ ദേശീയ വക്താവായിരുന്ന ഒരാളാണ് വടക്കൻ. അങ്ങനെ ഒരാളെ ഇങ്ങനെയായിരുന്നു KPCC പ്രസിഡന്റ് കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത്. 2 ആഴ്ചയായി വടക്കൻ്റെ ഫോൺ എടുത്തിട്ടില്ലെന്നും തൃശൂർ സീറ്റായിരുന്നു വടക്കൻ്റെ ഉന്നമെന്നും തൻ്റെ പേഴ്സണൽ സ്റ്റാഫിന് വടക്കൻ ഒരു ശല്യമായിരുന്നുവെന്നുമാണ് മുല്ലപ്പള്ളി വെളിപ്പെടുത്തിയത്.
ടോം വടക്കനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത മുല്ലപ്പള്ളിക്കും വടക്കൻ്റെ വേലിചാട്ടത്തിൽ ഉത്തരവാദിത്വമുണ്ട്. ജനാധിപത്യ പാർട്ടിയാണെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞാൽ പോരാ, രാഷ്ട്രീയ ബുദ്ധിയോടെ ആ വിശാല ജനാധിപത്യ വ്യാഖ്യാനം പ്രയോഗിക്കുക കൂടി വേണം. രാജ്യമെമ്പാടുമുള്ള കോൺഗ്രസിലെ സ്ഥാനമോഹികൾ BJP പാളയത്തിലേക്ക് പാഞ്ഞു കയറുമ്പോഴും കേരളത്തിലെ നേതാക്കൾ വ്യത്യസ്തരായിരിക്കുമെന്നും ധാർമ്മികത ഉയർത്തിപ്പിടിക്കുമെന്നും നമ്മൾ വെറുതെ ആശിച്ചു. രാമൻ പിള്ളയോ KS രാധാകൃഷ്ണനോ ഒക്കെ കോൺഗ്രസിന്റെ രാഷ്ട്രീയം വിട്ട് കാവിയെടുത്തുകൊടുത്തത് ശബരിമലയുടെയും അയ്യപ്പന്റെയും ഒക്കെ പേര് പറഞ്ഞിട്ടാണ്. ശബരിമല വിഷയത്തിൽ BJPയേക്കാൾ സ്ഥിരതയുള്ള നിലപാട് സ്വീകരിച്ചത് കോൺഗ്രസ് ആയിരുന്നിട്ടും അത് തിരിച്ചറിയാതെ BJPക്കൊപ്പം പോയ കോൺഗ്രസ് നേതാക്കളോട് അയ്യോ കഷ്ടം എന്ന് പറയാം. അവരുടെ പോക്കിന് കോൺഗ്രസ് ഉത്തരവാദികളല്ല. വടക്കൻ്റെ കൂറുമാറ്റം പോട്ടെ, ഇത് പറയുമ്പോൾ വരെ കോൺഗ്രസുകാരനായി തുടരുന്ന KV തോമസ് ആണ് ഞെട്ടിച്ച മറ്റൊരാൾ. സ്ഥാനമോഹത്തിൻ്റെ മാരക വേർഷനാണ് അദ്ദേഹം പുറത്തെടുത്തത്. 7 തവണ കോൺഗ്രസ് പാർലമെന്ററി രംഗത്ത് അവസരം കൊടുത്ത KV തോമസിനെ ഇത്തവണ ഒഴിവാക്കിയപ്പോൾ ഉളുപ്പില്ലാതെ അദ്ദേഹം പറഞ്ഞു കളഞ്ഞു, BJPയിൽ ചേരുമോ ഇല്ലയോ എന്ന കാര്യം പറയാറായിട്ടില്ലെന്ന്. ഓർക്കണം, സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിൽ സോണിയാഗാന്ധിയുടെ വിശ്വസ്തനായിരുന്നു ഈ തോമസ് മാഷ്. പക്ഷേ ഒടുക്കം നിലപാടിലെ ഈ വഴുതൽ കണ്ട് കുമ്പളങ്ങിയിലെ വരാല് പോലും നാണിച്ചിട്ടുണ്ടാവും. എന്നോട് ഒരു നീതി കാണിക്കാമായിരുന്നു എന്നെനിക്കുണ്ട്. കാരണം എന്നോട് പറയാമായിരുന്നു. ഞാൻ പറഞ്ഞാൽ ഡിസിപ്ലിൻഡ് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനം, ഡിസിപ്ലിൻ 100% എല്ലാവർക്കും അറിയാം. അത് ജനങ്ങളിലേക്ക് പോകുന്നതല്ലേ ഉള്ളൂ, ജനങ്ങളല്ലേ തീരുമാനിക്കുക. കോൺഗ്രസും BJPയും തമ്മിൽ ആശയതലത്തിൽ ഭിന്നതയില്ലെന്ന് തോന്നിയിട്ടാണോ നേതാക്കന്മാർ കൂട്ടത്തോടെ കോൺഗ്രസ് വിടുന്നത്? ആണെന്ന് വേണം കരുതാൻ. എറണാകുളം സീറ്റ് നിഷേധിച്ചപ്പോൾ കയ്യാലപ്പുറത്ത് കയറിയ തോമസ് മാഷിന്റെ വാക്കുകളിൽ നിന്ന് അങ്ങനെ കൂടി വായിച്ചെടുക്കണം. BJP പലരെയും സമീപിച്ചിട്ടുണ്ട്. മാഷിനെ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരാളും എൻ്റെ അടുത്ത് വന്നിട്ടില്ല ഇതുവരെ. ഞാൻ ഫ്രണ്ട്ഷിപ്പുണ്ട്, എല്ലാവരും എൻ്റെ നല്ല അടുത്ത സുഹൃത്തുക്കൾ. അത് ഈ BJPയിൽ മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട്. കോൺഗ്രസിൽ എത്രയേറെ അവസരങ്ങൾ ലഭിച്ച ഒരു നേതാവാണ് ഇത് പറയുന്നത് എന്നോർക്കണം. സോണിയ ബ്രിഗേഡിലെ പടയാളിയായിരുന്നു. BJPയെ നേരിടാൻ എറണാകുളംകാർ തെരഞ്ഞെടുത്ത് ദില്ലിക്ക് അയച്ചതാണ്. പക്ഷെ പല പ്രതിപക്ഷ നേതാക്കളെയും പോലെ ഇടയ്ക്ക് മോദിയെ പുകഴ്ത്തുന്ന അസ്കിതയുണ്ടായിരുന്നു. 2009 ഹൈബിയെ വെട്ടിവീഴ്ത്തിയത് തോമസ് മാഷാണ്. ഇത്തവണ ഹൈബിക്ക് വേണ്ടി തോമസ് മാഷെ വെട്ടാൻ ആ മോദി സ്നേഹവും കോൺഗ്രസ് നേതൃത്വത്തിനൊരു കാരണമായി. എന്തിന് തോമസ് മാഷെ പറയണം? ഷീല ദീക്ഷിത് കോൺഗ്രസിന്റെ മിഡിൽ ക്ലാസ് മിശിഹയല്ലായിരുന്നോ? ദില്ലി എന്നാൽ കോൺഗ്രസ് എന്നും കോൺഗ്രസ് എന്നാൽ ഷീലയെന്നുമായിരുന്നു മുദ്രാവാക്യം. പക്ഷേ കെജ്രിവാളിന് മുന്നിൽ അടിതെറ്റി. ഈ തെരഞ്ഞെടുപ്പിൽ ദില്ലി പിടിക്കാൻ കെജ്രിവാളുമായി സഖ്യമുണ്ടാക്കാനുള്ള രാഹുലിന്റെ ശ്രമങ്ങളോട് ഷീല ദീക്ഷിതിന് വിയോജിപ്പാണ്. ആ കുശുമ്പ് അവരെ മോദി സ്തുതിക്ക് വല്ലാതെ പ്രേരിപ്പിക്കുന്നുണ്ട്. തീവ്രവാദത്തെ നേരിടുന്നതിൽ മോദിയുടെ അത്ര നിശ്ചയദാർഢ്യം മൻമോഹൻ സിംഗിനില്ലെന്നാണ് ഷീല ദീക്ഷിതിന്റെ കണ്ടെത്തൽ. ഏറ്റവും അധികം പേർ ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട, ഏറ്റവും അധികം സൈനിക താവളങ്ങൾ ആക്രമിക്കപ്പെട്ട, ഏറ്റവും അധികം നുഴഞ്ഞുകയറ്റങ്ങൾ ഉണ്ടായ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് ഷീല ദീക്ഷിതിന്റെ ഈ പുകഴ്ത്തൽ. 2 വള്ളത്തിലാണ് കാൽ. ആരെ വിശ്വസിക്കണം? രാഹുലിന് രാഹുൽ തന്നെ തുണ. ഹരിയാനയിലെ കോൺഗ്രസ് നേതാവായിരുന്ന ഗയാറാം ഒറ്റ ദിവസം കൊണ്ട് 3 തവണയാണ് ചേരി മാറിയത്. അന്നു മുതൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഈ അവസരവാദ നിലപാടിനെ ആയാറാം ഗയാറാം എന്നാണ് പരിഹസിക്കാറ്. കൂടുതൽ പൊരുത്തമുള്ള രാഷ്ട്രീയ നിലപാടുള്ള പ്രസ്ഥാനത്തെ തേടിപ്പോവുകയല്ല, സ്ഥാനമോഹവും അഴിമതിക്കുള്ള സാധ്യതയും തന്നെയാണ് ഈ കാലുമാറ്റക്കാരുടെ രാഷ്ട്രീയം. മുമ്പ് വല്ലപ്പോഴും സംഭവിച്ചിരുന്ന ഈ രാഷ്ട്രീയ അശ്ലീലം സ്വാഭാവികവും സാർവത്രികവുമാക്കിയതിൽ BJPക്കുള്ള പങ്ക് ചെറുതല്ല. ഓപ്പറേഷൻ കമല എന്ന പേരിൽ കാശെറിഞ്ഞുള്ള ചാക്കിട്ടുപിടുത്തത്തിന് ആധികാരികത കൊടുത്തു BJP. ആര് ജയിച്ചാലും സർക്കാർ ഉണ്ടാക്കുന്നത് ഞങ്ങളായിരിക്കുമെന്ന് അഹങ്കാരത്തോടെ പരസ്യമായി പറയാൻ BJP നേതാക്കൾക്ക് മടിയില്ലാതെയായി. വിലപേശലുകളുടെ ഓഡിയോ ടേപ്പുകൾ പുറത്തു വന്നപ്പോൾ അതെന്റെ ശബ്ദം തന്നെയാണെന്ന് സമ്മതിക്കാൻ യെദ്യൂരപ്പയെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവിന് ഒരു നാണവുമില്ലായിരുന്നു. ടെമ്പിൾ പൊളിറ്റിക്സ് എന്ന് BJPയും മൃദുഹിന്ദുത്വവാദമെന്ന് ഇടതു പാർട്ടികളും ആരോപിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ അടവു നയം നേതാക്കളെ കാവ്യ രാഷ്ട്രീയത്തോട് അടുപ്പിക്കുന്നു എന്നാണ് ചില നിരീക്ഷകരുടെ വാദം. രാഹുൽ പൂണൂലിട്ട ബ്രാഹ്മണനാണെന്ന് ഉറക്കെ പറയുന്നതും അമ്പലങ്ങളായ അമ്പലങ്ങളൊക്കെ കയറിയിറങ്ങുന്നതും തെരഞ്ഞെടുപ്പ് തന്ത്രമായിരിക്കാം. പക്ഷേ എന്റെയും ചേട്ടന്റെയും ശബ്ദം ഒരുപോലെയാണല്ലോ എന്നുറപ്പിച്ച് സംഘപരിവാർ രാഷ്ട്രീയത്തിലേക്ക് ചായാൻ ആടി നിൽക്കുന്ന കോൺഗ്രസുകാർക്ക് പ്രേരണയാവുന്നുണ്ട് ആ നിലപാട് എന്നതാണ് വിമർശനം. കൊഴിഞ്ഞുപോക്കുകളിലൂടെ പാർട്ടി ശുദ്ധീകരിക്കപ്പെടുകയാണെന്ന് കോൺഗ്രസുകാർ പറയും. പക്ഷേ സ്ഥാനമാനങ്ങളാണ്, അഴിമതിക്കും സ്വാർത്ഥലാഭത്തിനുമുള്ള സാധ്യതകളാണ് നേതാക്കളെ കാലുമാറാൻ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം. ഗുജറാത്തിൽ കണ്ണടച്ചു തുറക്കുമ്പോഴേക്ക് 5 കോൺഗ്രസ് MLAമാരാണ് BJP പാളയത്തിലെത്തിയത്. കർണാടകത്തിലെ കാര്യം പിന്നെ പറയണ്ട. കൈയിട്ട് വാരാനുള്ള സാധ്യതയെക്കുറിച്ചാണ് അവിടെ നേതാക്കൾ തന്നെ ക്ലാസ് എടുക്കുന്നത്. 5 വർഷം കൊണ്ട് 80-ലേറെ കോൺഗ്രസ് MLAമാരാണ് രാജ്യമെമ്പാടും BJPയിലേക്ക് പൊറുതി മാറ്റിയത്.
കോൺഗ്രസ് രാഷ്ട്രീയം പറഞ്ഞാൽ ജയിക്കാമെന്ന് ഉറപ്പുള്ളവർ, അത് പറഞ്ഞ് ജയിച്ചവർ കാവ്യ രാഷ്ട്രീയം പുൽകുന്നത് ആശയപരിവർത്തനം വന്നതുകൊണ്ടല്ല. MLA മാർ മാത്രമല്ല, SM കൃഷ്ണയെ പോലുള്ള, നജ്മ ഹെപ്തുള്ളയെ പോലുള്ള, ഗിരിജ വ്യാസിനെ പോലുള്ള എത്ര മുതിർന്ന നേതാക്കളാണ് കാവിക്കൊടി കയ്യിലെടുത്തത്. മുൻ കോൺഗ്രസുകാരാൽ സമൃദ്ധമായിരുന്നു കഴിഞ്ഞ പാർലമെന്റിലെ പരിവാർ ചേരി. സാധ്യതകളുടെ പ്രയോജനപ്പെടുത്തലാണ് രാഷ്ട്രീയമെന്നത് അഴിമതിക്കും സ്വാർത്ഥതയ്ക്കുമുള്ള സാധ്യതയെന്ന് വിശദീകരിക്കേണ്ട സമയമായിരിക്കുന്നു. ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനടക്കം നേതാക്കളും കമ്മിറ്റികളും പ്രവർത്തകരുമെല്ലാം മറ്റൊരു പാർട്ടിയായി മാറുന്ന കാഴ്ച അല്പകാലം മുമ്പാണ് നമ്മൾ ത്രിപുരയിൽ കണ്ടത്. കോൺഗ്രസിന്റെ സംസ്ഥാന ഘടകം സമ്പൂർണ്ണമായി BJP ആയി മാറി. ആശയപരമായ ചുവടുമാറ്റം അത്ര വേഗത്തിൽ നടക്കുമോ? അതും ദേശീയ തലത്തിൽ തന്നെ മുഖ്യ എതിരാളികളായ ഒരു പാർട്ടിയിലേക്ക് ഒരു സംസ്ഥാന ഘടകം സമ്പൂർണ്ണമായി എങ്ങനെയാണ് മാറുക? ഇതിനൊക്കെ ഉത്തരം കിട്ടിയില്ലെങ്കിലും ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. മുമ്പ് എന്നത്തേക്കാളും അധികം ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസുകാർ മാത്രമല്ല കാലുമാറ്റക്കാർ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും പോലും കാലുമാറി മാതൃകയായിട്ടുണ്ട്. ജനതാദൾ സെക്യുലർ നേതാവ് ഡാനിഷ് അലിയുടെ പോക്ക് ഒരു ഒന്നൊന്നര പോക്കായിരുന്നു. വടക്കനെ പോലെ ഞെട്ടിച്ചു ഡാനിഷ് അലിയും. കൊച്ചിയിൽ രാഹുൽ ഗാന്ധി വന്നപ്പോൾ ഡാനിഷ് അലിയും ഇവിടെയുണ്ട്. കർണാടകത്തിലെ കോൺഗ്രസ് ജനതാദൾ സഖ്യം ഉറപ്പിക്കാനും സീറ്റ് വിഭജനത്തിനുമാണ് ഡാനിഷ് അലി പാഞ്ഞു നടന്നത്. എല്ലാം ചർച്ച ചെയ്ത് ഉറപ്പിച്ച് വെടിപ്പാക്കിയ ഡാനിഷ് അലി നേരെ ഉത്തർപ്രദേശിന് വണ്ടി പിടിച്ചു. അവിടെ ചെന്ന് BSP-കാരനായി. എല്ലാം ദേവഗൌഡയുടെ അനുഗ്രഹമെന്ന് മാധ്യമങ്ങളോട് വിശദീകരിച്ച് പിന്നെയും ഞെട്ടിച്ചു ഡാനിഷ് അലി. കേരളത്തിലെ ജനതാദൾ സെക്യുലറിന്റെ എല്ലാ പുകിലുകളിലും ഇടപെടാറുള്ള ഡാനിഷ് അലി മലയാളികൾക്ക് സുപരിചിതനാണ്. ആ പാർട്ടിയുടെ ദേശീയ മുഖം. കൂടുതൽ കരുത്തുള്ള പാർട്ടി തേടിയാണത്രേ BSP-യിലെത്തിയത്. ഇതിനിടെ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നിന്നുള്ള BJP MP സമാജ്വാദി പാർട്ടിയിലെത്തി. തെരഞ്ഞെടുപ്പ് കാല തീർത്ഥയാത്രകളിൽ മുമ്പേ മിടുക്ക് തെളിയിച്ച ആളാണ് ശ്യാം ചരൺ ഗുപ്ത. ഒഡീഷയിലെ ജ്യോതീന്ദ്രനാഥ മിശ്ര BJP-യിൽ നിന്ന് ബിജു ജനതാദളിലാണെത്തിയത്. മുമ്പ് ബിജു ജനതാദളിൽ നിന്ന് BJP-യിലേക്ക് പോയ ആളാണ് അദ്ദേഹം. TDP വിട്ട് YSR കോൺഗ്രസിലേക്കും തിരിച്ചുമൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നേതാക്കൾ പരക്കം പായുന്നുണ്ട്. ഉത്തരാഖണ്ഡിലെ BJP നേതാവ് BC ഖണ്ഡൂരിയുടെ മകൻ മനീഷ് ഖണ്ഡൂരി കോൺഗ്രസിലെത്തിയിട്ടുണ്ട്. അസമിലെ BJP MP റാംപ്രസാദ്, ഒഡീഷയിൽ BJD-യിൽ നിന്ന് BJP-യിലെത്തിയ MP ബലഭദ്ര മാജി, ഇവരൊക്കെ ഒരാഴ്ചക്കിടെ ജനാധിപത്യത്തിന്റെ വിലയിടിച്ച് കാലുമാറിയവരാണ്. രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റായ ശേഷം മറുഷോക്ക് എന്ന മെട്ടിൽ കോൺഗ്രസും കാലുമാറ്റ തന്ത്രം പ്രയോജനപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. MP-മാരെയും നേതാക്കളെയും മറുചേരിയിൽ നിന്ന് അടർത്തിയെടുക്കുന്നതിൽ രാഹുൽ ബ്രിഗേഡും മിടുക്കുകാട്ടി തുടങ്ങിയിരിക്കുന്നു. കേസുകളിൽ നിന്ന് തടിയൂരാനും മന്ത്രിമാരാകാനും മറ്റ് സ്ഥാനങ്ങൾ ലഭിക്കാനും പണം തന്നെ വാരാനും കാലുമാറുന്ന നേതാക്കളെ തിരിച്ചറിഞ്ഞിട്ടും തെരഞ്ഞെടുക്കുന്ന പൊതുജനം തന്നെയാണ് ഇവർക്ക് ഏറ്റവും വലിയ പ്രോത്സാഹനം കൊടുക്കുന്നത്. ജനാധിപത്യം വളരണമെങ്കിൽ പുഴുക്കുത്തുകളെ തൂത്തെറിയണം. ജനാധിപത്യത്തിൻ്റെ വളർച്ച നേതാക്കന്മാരുടെ കയ്യിലല്ല, ജനങ്ങളുടെ കയ്യിലാണ്. അത് തിരിച്ചറിയണം.